കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചവരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക്. മാർച്ച് 17-ന് മെഡിക്കൽ സമരം നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ചികിത്സയിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കും. മരണഭയത്തോട് ജോലി ചെയ്യാൻ കഴിയില്ല. അത് ഞങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ മനസ്സിലാക്കും എന്ന് കരുതുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു വധശ്രമം നമ്മുടെ പോലീസിന്റെ മുമ്പിൽ വെച്ച് നടന്നിട്ട് ആക്രമണത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ഈ കാര്യത്തിൽ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത്. സമരത്തോട് മന്ത്രി എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ തീർച്ചയായിട്ടും മന്ത്രിയോട് ഇന്ന് രാവിലെ 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിരുന്നു. മന്ത്രി പത്തനംതിട്ടയാണുള്ളത്, അതുകൊണ്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അവരോടുള്ള ഞങ്ങളുടെ ഈ ഒരു പോസിറ്റീവ് സമീപനത്തിൽ ഞങ്ങളുടെ നന്ദിയും കടപ്പാടുമൊക്കെ അറിയിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു പ്രതിഷേധം കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രതിഷേധത്തിന് അവകാശമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദകുമാർ വിവരങ്ങൾ നൽകും. നന്ദകുമാർ, ആക്രമണം നടന്നിട്ട് ഇത്രയും ദിവസം പിന്നിടുന്നു. അന്വേഷണം ഇപ്പോൾ ഏത് നിലയിലെത്തി? ഇതിനോടുള്ള ഡോക്ടർമാരുടെ പ്രതിഷേധം ഏത് നിലയിലാണ്? രഞ്ജിത്ത്, എന്തായാലും കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്. മാർച്ച് 17-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ OP ബഹിഷ്കരിച്ച് ഇത്തരത്തിൽ മെഡിക്കൽ സമരം നടത്താനാണ് ഇപ്പോൾ തീരുമാനം. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടന്ന ദിവസങ്ങളിൽ തന്നെ ഈ ആക്രമണം നടന്നതിന് ശേഷം പ്രതികൾ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും IMA ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെയും കേസിൽ 3 പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തം 6 പ്രതികളുണ്ട്. ബാക്കി 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് ശക്തമായി തന്നെ IMA ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളെ പിടികൂടിയാൽ സമരത്തിൽ പുനരാലോചന ഉണ്ടാകുമെന്നും ഇപ്പോൾ ഡോക്ടർ സുൽഫീനിക്കു, IMAയുടെ സംസ്ഥാന പ്രസിഡന്റ്, പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആശുപത്രികളെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഇത്തരത്തിൽ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ ആശുപത്രികളെയും ഡോക്ടറുകളെയും സംരക്ഷിക്കുന്ന നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നീ കാര്യങ്ങളൊക്കെ തന്നെ IMA ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആശുപത്രി സംരക്ഷണ നിയമം പരിഷ്കരിച്ച് പുതിയ രീതിയിൽ കൊണ്ടുവരാൻ സർക്കാർ എടുത്ത തീരുമാനം അത് മെഡിക്കൽ അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ വലിയ തോതിൽ കാലതാമസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു സമരത്തിലൂടെ നടപ്പാക്കണമെന്നും IMA ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 6 പ്രതികളിൽ 3 പേരെ പിടിച്ചതിൽ പോലീസ് വലിയ തോതിൽ അനാസ്ഥ കാണിച്ചു. അതുകൊണ്ടാണ് മറ്റു 3 പ്രതികളെ ഇതുവരെ പിടിക്കാൻ കഴിയാത്തത് എന്നൊരു ആരോപണവും ഇപ്പോൾ IMA ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ഒരു ആക്രമണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ IMA ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും രോഗികളെ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോഴും അതെന്തായാലും രോഗികൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം OP ബഹിഷ്കരിച്ച് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ സമരം നടത്തുമ്പോൾ അത് വലിയ തോതിൽ രോഗികളെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അത്യാഹിത വിഭാഗവും അതോടൊപ്പം തന്നെ പ്രസവ വാർഡുകൾ അടക്കം ഒഴിവാക്കിയാണ് ഈ ഒരു സമരം നടത്തുക. രഞ്ജിത്ത്, നന്ദകുമാർ വിവരങ്ങൾ പങ്കുവച്ചു.